മലയാളത്തിന്റെ മമ്മൂട്ടി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇത്തവണ അദ്ദേഹം ചർച്ചയാകുന്നത് തന്റെ അഭിനയത്തിലെ ഒരു പ്രത്യേകതയെക്കുറിച്ച് നടത്തിയ സത്യസന്ധമായ വെളിപ്പെടുത്തലിന്റെ പേരിലാണ്. പതിറ്റാണ്ടുകളായി തെന്നിന്ത്യൻ സിനിമയെ വിസ്മയിപ്പിക്കുന്ന മമ്മൂട്ടിക്ക് ഇന്നും വെല്ലുവിളിയായി തോന്നുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രേക്ഷകരെ ചിരിപ്പിക്കുക എന്നത് തന്നെ. കോമഡി കഥാപാത്രങ്ങൾ തന്റെ മുഖത്തിന് ചേരാത്തതുപോലെ തോന്നും. ആളുകളെ ചിരിപ്പിക്കാൻ എനിക്ക് വലിയ പാടാണ് എന്ന് മമ്മൂട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നു. തന്റെ പുതിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ പാട്രിയോട്ടിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെയാണ് അദ്ദേഹം ഈ രസകരമായ നിരീക്ഷണം നടത്തിയത്. അനുപമ ചോപ്രയുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്. താൻ എത്ര ശ്രമിച്ചാലും കോമഡി വേഷങ്ങൾ ചെയ്യുമ്പോൾ അതൊരു ഗൗരവമുള്ള കഥാപാത്രമായി മാറാനാണ് സാധ്യതയെന്നും അദ്ദേഹം വിനയപൂർവ്വം സമ്മതിക്കുന്നു. മലയാള സിനിമയിലെ മറ്റൊരു ഇതിഹാസം മോഹൻലാലിനൊപ്പം നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി സ്ക്രീനിലെത്തുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ. ഇതിനിടെയാണ് തന്റെ കോമഡി പരിമിതികളെ കുറിച്ച് അദ്ദേഹം മനസ്സ് തുറന്നിരിക്കുന്നത്. മമ്മൂട്ടി എന്ന നടനെ നാം സ്ക്രീനിൽ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ ആ ഗൗരവമേറിയ മുഖഭാവവും ശബ്ദ ഗാംഭീര്യവുമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ കരുത്തുറ്റ പോലീസ് വേഷങ്ങളിലൂടെയും കുടുംബ കഥാപാത്രങ്ങളിലൂടെയും നമ്മെ വിസ്മയിപ്പിച്ച ഈ നടന് ഇന്നും വെല്ലുവിളിയായി നിൽക്കുന്നത് കോമഡി കഥാപാത്രങ്ങളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അനുപമ ചോപ്രയുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം ഈ മനസ്സ് തുറന്നു. പ്രേക്ഷകരെ ചിരിപ്പിക്കുക എന്നത് എനിക്ക് വലിയ പാടാണ് എന്ന് മമ്മൂട്ടി പറയുന്നു. കോമഡി വേഷങ്ങൾ ചെയ്യുമ്പോൾ അവ തന്റെ മുഖത്തിൽ എത്രത്തോളം ഇണങ്ങുന്നില്ല എന്ന് തനിക്ക് പലപ്പോഴും തോന്നാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധാരണഗതിയിൽ ഹാസ്യരസങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു നടന് ലഭിക്കേണ്ട വഴക്കം തന്റെ മുഖഭാവങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹം സ്വയം വിലയിരുത്തുന്നത്. അവിടെയാണ് മമ്മൂട്ടി എന്ന നടന്റെ മറ്റൊരു സവിശേഷത നാം തിരിച്ചറിയേണ്ടത്. അദ്ദേഹം പറയുന്നു, ഞാനൊരു കോമഡി ചെയ്താലും അതൊരു സീരിയസ് കഥാപാത്രമായിരിക്കും. പക്ഷെ അത് പ്രേക്ഷകർക്ക് തമാശയായി തോന്നണം. താൻ ഗൗരവത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർ തമാശ കണ്ടെത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. തന്റെ രൂപവും ഭാവവും എപ്പോഴും റഫായ റോളുകൾക്കാണ് അനുയോജ്യമെന്ന് പ്രേക്ഷകർ കരുതുന്നതും അതുകൊണ്ടാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഹാസ്യം എന്ന കല താൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് അവതരിപ്പിക്കുമ്പോൾ നേരിടുന്ന ഈ പ്രയാസങ്ങളെക്കുറിച്ച് മമ്മൂട്ടി പങ്കുവച്ച കാര്യങ്ങൾ സിനിമാ പ്രേമികൾക്കിടയിൽ ഇന്ന് വലിയൊരു ചർച്ചയാണ്. ഒരു നടൻ എന്ന നിലയിൽ രാജ്യം മുഴുവൻ അംഗീകരിച്ച പ്രതിഭയാകുമ്പോഴും തന്റെ നേട്ടങ്ങളിൽ അഭിരമിക്കാതെ തന്റെ കുറവുകളിൽ ബോധ്യവാനാകുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവ വൈഭവത്തെയാണ് നാം കാണേണ്ടത്. മമ്മൂട്ടിയുടെ ഈ വെളിപ്പെടുത്തലുകൾ ചർച്ചയാകുമ്പോൾ തന്നെ സിനിമാ ലോകം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയോട്ട് എന്ന ചിത്രത്തിനായാണ്. ഈ സിനിമയെ ഒരു ചരിത്ര നിമിഷമാക്കി മാറ്റുന്നത് മറ്റൊന്നുമല്ല, മലയാള സിനിമയിലെ 2 മഹാമേരുക്കൾ നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്ക്രീനിൽ ഒന്നിക്കുന്നു എന്നതാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തുന്ന ഒരു ചിത്രം മലയാളികൾക്കെന്നും ഒരു ആവേശമാണ്. വരുന്ന മെയ് 1 ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ചിത്രത്തിൽ ഇരുവരും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങളിലാണോ എത്തുന്നതെന്ന് ആരാധകർ ഉറ്റുനോക്കുമ്പോൾ തങ്ങൾക്കിടയിൽ ഒരു ഈഗോയ്ക്കും സ്ഥാനമില്ലെന്നും പാട്രിയോട്ടിന്റെ കഥയാണ് ഹീറോ എന്നും മമ്മൂട്ടി ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് തന്റെ കോമഡി പരിമിതികൾക്കപ്പുറം തികച്ചും ഗൗരവമേറിയതും കരുത്തുറ്റതുമായ ഒരു കഥാപാത്രത്തെയാകും അദ്ദേഹം ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുക എന്നതാണ്. മലയാളത്തിലെ വൻ താരനിരയാണ് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന് അണിനിരക്കുന്നത്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, ദർശന രാജേന്ദ്രൻ തുടങ്ങി പ്രഗത്ഭരായ ഒരു കൂട്ടം താരങ്ങൾ ഈ ചിത്രത്തിന്റെ ഭാഗമാണ്. സുഷിൻ ശ്യാമിന്റെ സംഗീതവും മാനുഷ് നന്ദന്റെ ഛായാഗ്രഹണവും ചിത്രത്തിന് വലിയൊരു മുതൽക്കൂട്ടാകും. മെഗാസ്റ്റാറും ലാലേട്ടനും ഒരുമിച്ച് ബിഗ് സ്ക്രീനിൽ ഒന്നിച്ചു നിൽക്കുന്ന ആ രംഗങ്ങൾ വരുന്നതിനായി ഇനി ഏതാനും ദിവസത്തെ കാത്തിരിപ്പുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തന്റെ മുഖഭാവങ്ങൾ കോമഡിക്ക് വഴങ്ങില്ലെന്ന് മമ്മൂട്ടി വിനയപൂർവ്വം പറയുമ്പോഴും മലയാളികൾ ഇന്നും ആവേശത്തോടെ കാണുന്ന നിരവധി ഹാസ്യവേഷങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു നടനെന്ന നിലയിൽ ഓരോ കഥാപാത്രത്തെയും അദ്ദേഹം എത്രത്തോളം ആഴത്തിൽ വിശകലനം ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് അനുപമ ചോപ്രയുമായുള്ള അഭിമുഖത്തിൽ നാം കണ്ടത്. തന്റെ പരിമിതികളെ തിരിച്ചറിയുകയും അത് ലോകത്തോട് തുറന്നു പറയുകയും ചെയ്യുന്ന മെഗാസ്റ്റാറിന്റെ ഈ നിലപാട് സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ബഹുമാനമാണ് അദ്ദേഹത്തിന് നേടിക്കൊടുക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന പാട്രിയോട്ട് വെറുമൊരു സിനിമയല്ല, മറിച്ച് മലയാള സിനിമയുടെ ഒരു കരുത്തുറ്റ തിരിച്ചുവരവ് കൂടിയാണ്. മെയ് 1 ചിത്രം തിയേറ്ററിലേക്ക് എത്തുമ്പോൾ തമാശകൾക്കപ്പുറം അഭിനയത്തിന്റെ ഗാംഭീര്യവും 2 മഹാമേരുകളുടെ സ്ക്രീൻ പ്രസൻസും കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. കഥയ്ക്ക് മാത്രം പ്രാധാന്യമുള്ള ഈ ഒരു ചലച്ചിത്ര അനുഭവം മഹേഷ് നാരായണൻ നമുക്ക് സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അഭിനയ ചാരുത നമുക്ക് സ്ക്രീനിൽ ഒന്നുകൂടെ കാണാമെന്ന് പ്രതീക്ഷിക്കാം.